കുറച്ച് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ശ്രദ്ധിച്ച് അത് കണ്ടെത്തി മാർക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ? ശരി, ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് വിവാദത്തിലായ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് ഏത് രാജ്യത്താണ്? മോദിക്കെതിരെ അനാവശ്യ പ്രചരണം നടത്തിയത് കൊണ്ട് 3 പേരെ പുറത്താക്കിയ രാജ്യം ഏതാണ് ചോദ്യം. ഓക്കെ, 3 മന്ത്രിമാർ, ഇത് നല്ലൊരു ചോദ്യമാണ്. 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതെന്നാണ്? അത് ഓപ്ഷൻ ബി മാലിദ്വീപാണ്. മാലിദ്വീപ്. ഓക്കെ, കേരള PSC ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. മാലിദ്വീപാണ്, മാലിദ്വീപ്. ഓക്കെ, കാരണം മോദിക്കെതിരെ ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ഓർത്തിരിക്കുക, മാലിദ്വീപാണേ. കേരള സർക്കാർ നിയമിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ, JB കോശി കമ്മീഷൻ ഇവയിൽ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? JB കോശി കമ്മീഷൻ. ഓപ്ഷൻസ്: മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കോടതികളിലെ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കൽ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നിർദ്ദേശങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെ JB കോശി, നല്ലൊരു ചോദ്യമാണത്. JB കോശി കമ്മീഷൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പഠിച്ചോണം, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മീഷനാണ് JB കോശി കമ്മീഷൻ. ഓക്കെ, ഇത് ഒന്ന് റിവിഷൻ ചെയ്ത് പഠിച്ചോണം. ഇനി മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പഠനം നടത്തിയ കേരളത്തിലെ കമ്മീഷൻ എന്നറിയോടാ? പിള്ളേരെ, അത് K ശശിധരൻ നായർ കമ്മീഷനാണ്. ശശിധരൻ നായർ, K ശശിധരൻ നായർ കമ്മീഷനാണ്. ശശിധരൻ നായർ കമ്മീഷനാണ് നമ്മുടെ കേരളത്തിൽ ഈ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയത് K ശശിധരൻ നായർ കമ്മീഷനാണ്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യ ഗവൺമെന്റ് നടത്തിപ്പ് കരാർ ഒപ്പിട്ട ചബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖം, ചബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖം ഏത് രാജ്യത്താണ്? നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യ നടത്തിപ്പ് കരാറ് ഒപ്പിട്ട ചബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖം ഏത് രാജ്യത്താണ്? പിള്ളേരെ, ഓപ്ഷൻ സി ഇറാൻ ആണ് ആൻസർ. ഇറാൻ ആണ് കേട്ടോ, ഇറാൻ. ഓക്കെ, ചബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖം എവിടെയാണ്? ഇറാനിലാണ്, ഇറാൻ. ഓക്കെ, അടുത്ത് കെയ്റോസ് എന്ന കൃതിയിലൂടെ 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹയായ ആരാണ് ഈ പുരസ്കാരം ലഭിച്ച ആദ്യ ജർമ്മൻ സാഹിത്യകാരി ആയത്? വളരെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കെയ്റോസ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. അത് ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ സാഹിത്യകാരിയാണ്. ആളുടെ പേര് ജെന്നിയാണ്, ജെന്നി എർപ്പൻബെക്ക്. ജെന്നി എർപ്പൻബെക്ക് ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തി. ജെന്നി എർപ്പൻബെക്ക് ആണ്. ഓക്കെ, എന്നാൽ 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മറക്കരുത്, 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് സാമന്ത ഹാർവയ്ക്കാണ്. സാമന്ത ഹാർവയ്ക്കാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. സാമന്ത ഹാർവയുടെ ഏത് നോവലിനാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്? ഓർബിറ്റൽ എന്ന നോവലിനാണ് കേട്ടോ. ഓർബിറ്റൽ എന്ന നോവലിനാണ് ലഭിച്ചത്. ഇത് 2024 ബുക്കർ സമ്മാനം. എന്നാൽ 2024 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ, 2024 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കെന്ന് കേട്ടാൽ അത് ജെന്നി എർപ്പൻബെക്ക് ആണ്. ജെന്നി എർപ്പൻബെക്കിന്റെ കെയ്റോസ് എന്ന നോവലിനാണ് ഇത് ലഭിച്ചത്. പ്രത്യേകത ഉണ്ട്, ഈ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെന്നി എർപ്പൻബെക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ബുക്കർ ഇന്റർനാഷണൽ ബുക്കറും. ഓക്കെ ആണല്ലോ? ഇനി അത് റിവിഷൻ ചെയ്തോണേ. അത് 2 ചോദ്യങ്ങളും ചോദിക്കുന്നതാണ്, അത് റിവിഷൻ ചെയ്തോണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷ് പര്യവേഷകൻ ക്രിസ് ബ്രൗൺ
2024 വാർത്തകളിൽ ഇടം നേടിയത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് പര്യവേഷകനായിട്ടുള്ള ക്രിസ് ബ്രൗൺ, ആളുടെ പേര് ക്രിസ് ബ്രൗൺ എന്നാണ്. ക്രിസ് ബ്രൗൺ 2024 വാർത്തകളിൽ ഇടം നേടിയത് എങ്ങനെയാണ്? പിള്ളേരെ, ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണ് ക്രിസ് ബ്രൗൺ. കേട്ടാ, ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണ് ക്രിസ് ബ്രൗൺ. ഈ പോയിന്റ് നെമോ ഏത് സമുദ്രത്തിലാണെന്ന് അറിയോടാ? പോയിന്റ് നെമോ ഏത് സമുദ്രത്തിലാണ്? ആർക്ക് പറയാം? കറക്റ്റ് ആണ്, പോയിന്റ് നെമോ പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ഒരു ഭാഗമാണ് പോയിന്റ് നെമോ. ഓക്കെ, അപ്പൊ ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണ് ആര്? ക്രിസ് ബ്രൗൺ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് പര്യവേഷകനാണ്. ഇത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിൽ തന്നെ സൗത്ത് ഭാഗത്താണ് കേട്ടോ, ദക്ഷിണ ഭാഗത്താണ്, സൗത്ത് ഭാഗത്താണ് കേട്ടോ. ഓക്കെ, സൗത്ത് ഭാഗത്താണ്, ഓർത്തിരിക്കുക. അടുത്ത് ഇന്ത്യയിലെ ആദ്യ സംസ്കൃത സയൻസ് ചലച്ചിത്രം എന്നറിയപ്പെട്ട യാനം ആരുടെ ആത്മകഥ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സംസ്കൃത സയൻസ് ചലച്ചിത്രമാണ് യാനം. ആരുടെ ആത്മകഥ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കുട്ടികളെ? കെ രാധാകൃഷ്ണൻ അല്ലെ? കെ രാധാകൃഷ്ണന്റെ ആത്മകഥ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാർഡിലെ കമ്പനി വികസിപ്പിച്ച സൈക്കോഡി വാക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്ന് കണ്ടുപിടിച്ചേടാ. അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാർഡില കമ്പനി വികസിപ്പിച്ചെടുത്ത സൈക്കോവ്-ഡി വാക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന തന്നെയാണ് തെറ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിൻ അല്ല, തെറ്റാണ്. ലോകത്തെ ആദ്യത്തെ, അതായത് ബാക്കി മൂന്നും ശരിയായിട്ടുള്ള പോയിന്റുകളാണ്, പഠിക്കേണ്ട പോയിന്റുകളാണ്. ലോകത്തിലെ ആദ്യത്തെ DNA വാക്സിൻ പഠിച്ചിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ DNA വാക്സിൻ ആണ് സൈക്കോവ്-ഡി വാക്സിൻ. അത് നിർമ്മിച്ചത് അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള സൈഡസ് കാഡില എന്ന കമ്പനിയാണ്. അടുത്ത, ഇന്ത്യയിൽ അനുമതി ലഭിച്ച ആറാമത്തെ വാക്സിൻ 12 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ. 12 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് വാക്സിനും സൈക്കോവ്-ഡി വാക്സിനാണ്. മനസ്സിലായി? ഈ 3 പോയിന്റും ശരിയാണ്. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഇതല്ല. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഏതാണ്? ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ കോവാക്സിൻ നിർമ്മിച്ചത് നമുക്കറിയാം ഏത് കമ്പനി എന്ന്? ഭാരത് ബയോടെക് ആണ് അല്ലെ? ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ നിർമ്മിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ് ഏത്? സൈക്കോവ്-ഡി വാക്സിൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന ആറാമത്തെ വാക്സിൻ ലോകത്തെ ആദ്യത്തെ DNA വാക്സിൻ. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ലോകത്തിലെ ആദ്യത്തെ DNA വാക്സിൻ ആണ് ഈ സൈക്കോവ്-ഡി വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള സൈഡസ് കാഡില എന്ന കമ്പനിയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം. അത് പഠിച്ചോണേ. നിങ്ങൾക്ക് ആ നോട്ട് തരുന്ന സമയത്ത് അത് റിവിഷൻ ചെയ്തോണം നിങ്ങൾ. ക്ലിയർ ആണ്? ഇവയിൽ ഏത് സംഭവത്തിന്റെ 250-ാം വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചത്? 2023 ഡിസംബറിൽ ആചരിച്ചത് ഏത് സംഭവത്തിന്റെ? ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250ാമത് വാർഷികം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്ടാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏത് വർഷമാണ്? 1773 ഡിസംബർ മാസം 16. 1773 ഡിസംബർ മാസം 16.
2023 ഡിസംബർ ആയപ്പോൾ 250 വർഷങ്ങൾ 2023 ഡിസംബർ ആയപ്പോൾ 250 വർഷങ്ങൾ പൂർത്തിയാക്കി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ഇന്ത്യയിൽ നടന്ന 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയിൽ വെച്ച് നടന്ന 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കള് ഓസ്ട്രേലിയ. ആരെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്? ഫൈനലിൽ ആരെയാ തോൽപ്പിച്ചേ? ഫൈനലിൽ ഇന്ത്യയെ തന്നെയാണ് തോൽപ്പിച്ചത് കേട്ടോ. ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഫൈനലിൽ കിരീടം നേടിയത് കേട്ടോ. ഇന്ത്യയാണ് തോൽപ്പിച്ചത്. ഓക്കെ, ഓർത്തിരിക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരം രചിച്ചതാര്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരം രചിച്ചത് ഈ സന്തോഷ് കുമാർ ആണ് അല്ലെ പിള്ളേരെ? ഈ സന്തോഷ് കുമാറാണ്. പഠിക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരം രചിച്ചത് ആരാണ്ടാ? ഈ സന്തോഷ് കുമാറാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇവയിൽ എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം ഏതാണ്? എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം. നല്ല ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പരമാവധി വായിച്ചൊക്കെ ശ്രമിക്കുക കേട്ടാ. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് മാർക്ക് ലഭിച്ചത് സെക്യൂർ ആക്കാൻ ശ്രമിക്കുക കേട്ടാ. പിള്ളേരെ, ഇതില് എം.എൻ. റോയിയുടെ പ്രസിദ്ധീകരണം വാൻഗാർഡ് എന്നതാണ് കേട്ടോ. വാൻഗാർഡ് എന്നതാണ് എം.എൻ. റോയിയുടെ പ്രസിദ്ധീകരണം. എം.എൻ. റോയ് കേട്ടോ. എം.എൻ. റോയിയുടെ പ്രസിദ്ധീകരണം വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണമാണ്. ഓക്കെ, അടുത്ത തെറ്റായ പ്രസ്താവന ഏതാണ്? ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും പിടികൂടാൻ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ആസൂത്രിത നീക്കത്തിന് നൽകിയ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ട വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന് നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എക്കാലവും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഓക്കെ, പിള്ളേരെ ചോദിക്കട്ടെ, ഈ ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും പിടികൂടാനായിട്ട്, അതായത് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ആസൂത്രണ നീക്കത്തിന്റെ പേര് ട്രോജൻ ഹോഴ്സ് എന്നായിരുന്നോ? അതെ, അത് ട്രോജൻ ഹോഴ്സ് തന്നെയായിരുന്നു. അത് ശരിയാണ്. ഓക്കെ, പഠിച്ചിരിക്കുക. നല്ലൊരു പോയിന്റ് ആണ്. ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും പിടികൂടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ആസൂത്രണ നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ്. ശരിയാണ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ട വിപ്ലവകാരി ഭഗത് സിംഗ് ആണോ? ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ട ഇത് മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന് നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എക്കാലവും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഗാന്ധിജിയാണോ അത് പറഞ്ഞത്? ആരാണ് പറയുന്നത് അറിയൂടോ നിങ്ങൾക്ക്? നെഹ്റു എന്നാണ്. എനിക്കിതിന് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ തപ്പിയിട്ടും കിട്ടിയില്ല. നെഹ്റു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ നമ്മൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറും പറഞ്ഞത് നെഹ്റു എന്നാണ് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അത്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് തപ്പിയപ്പോഴും എനിക്ക് നെഹ്റു എന്നാണ് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സാറിനോട് ചോദിച്ചപ്പോൾ സാറും പറഞ്ഞത് നെഹ്റു എന്നാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലായ? നെഹ്റു അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞത്, അതായത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തില് നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എക്കാലവും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ഗാന്ധിജി അല്ല, അത് നെഹ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചിലപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്ന കഴ്സൺ വൈലിയെ ലണ്ടനിലെ പൊതുയോഗത്തിൽ വെടിവെച്ച് കൊന്ന വിപ്ലവകാരി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ് ആ വിപ്ലവകാരി? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തടാ. അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസർ ആയിരുന്ന കഴ്സൺ വൈലിയെ ലണ്ടനിലെ പൊതുയോഗത്തിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ആര് എന്നാണ് ചോദ്യം. പിള്ളേരെ, അതിന്റെ ആൻസർ മദൻലാൽ ദിംഗ്ര ആണ് കേട്ടോ. മദൻലാൽ ദിംഗ്രയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ ലണ്ടനിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്.
ആളുടെ പേര് മദൻലാൽ ദിങ്ര എന്നാണ്. ആ വർഷവും ഡേറ്റും കൂടെ പഠിച്ചോണേ. 1909 ജൂലൈ മാസം 1909 ജൂലൈ മാസം 1-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. 1909 ജൂലൈ മാസം 1-ാം തീയതിയാണ് ഈ പറയുന്ന മദൻലാൽ ദിങ്ര ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസർ ആയിരുന്ന കഴ്സൺ വൈലിയെ എന്ത് ചെയ്തത്? വെടിവെച്ച് കൊന്നത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വന്തമായി തന്നെ, അതായത് കോടതിയിൽ ഇദ്ദേഹം വക്കീലൊന്നും ഇല്ലാതെ സ്വന്തമായി തന്നെ വാദിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് കോടതിക്ക് ഇദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്. ഓക്കെ, മനസ്സിലായ? എന്നാൽ ഇതേ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു 1940 ജൂലൈ 31 ആര് മരിച്ചു? ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്നില്ലേ? ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്ന ജയിലുണ്ടല്ലോ, ഏത് ജയില്? ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്ന ജയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ലണ്ടനിലെ പെൻഡൻ വാലി ജയിൽ അല്ലേ? ലണ്ടനിലെ പെൻഡൻ വാലി ജയിൽ. ഇതേ ലണ്ടനിലെ പെൻഡൻ വാലി ജയിലില് 1909 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഈ മദൻലാൽ ദിങ്രയെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. 1909 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മദൻലാൽ ദിങ്ര എന്ത് ചെയ്തടാ? തൂക്കിലേറ്റിയതിനു ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, ഇദ്ദേഹത്തിന്റെ ബോഡി ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കോ ആർക്കും തന്നെ വിട്ടു നൽകാതെ അവിടെ ലണ്ടനില് നമ്മുടെ അതായത് ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഹിന്ദു ആചാരപ്രകാരം സംസ്കരിക്കാതെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? കുഴിച്ചിടുകയാണ് ചെയ്തത്. 1976-ലാണ് ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസർ ആയിരുന്ന കഴ്സൺ വെയിലിയെ ലണ്ടനിലെ പൊതുയോഗത്തിൽ വെച്ച് വെടിവെച്ച് കൊന്നു. പൊതുയോഗത്തിന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ വാർഷിക യോഗത്തിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ വാർഷിക യോഗത്തിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. അതായത് സാമ്രാജ്യത്വത്തെ അംഗീകരിക്കാൻ, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഈ പറയുന്ന ഈ കഴ്സൺ വെയിലി ഈ മദൻലാൽ ദിങ്രയോട് ആവശ്യപ്പെടുകയും അത് അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? വെടിവെച്ച് കൊന്നത്. 1909 ജൂലൈ 1-നാണ് ഈ സംഭവം നടക്കുന്നത്. 1909 ഓഗസ്റ്റ് 17-ന് ഇദ്ദേഹത്തെ പെൻഡൻ വാലി ജയിലിൽ, ലണ്ടനിലെ പെൻഡൻ വാലി ജയിലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി അതേ ജയിൽ പെൻഡൻ വാലി ജയിലിൽ വെച്ച് തൂക്കിലേറ്റുകയും 1976-ൽ ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വിപ്ലവകാരി തന്നെയാണ് മദൻലാൽ ദിങ്ര എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചോദ്യം വരും. അടുത്ത ചോദ്യം, ഇവയിൽ ആദ്യം രൂപം കൊണ്ട സംഘടന ഏതാണ്? കണ്ടുപിടിച്ച് ഇവയിൽ ആദ്യം രൂപം കൊണ്ട സംഘടന ഏതാണ്? നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1885 അല്ലെ? INC രൂപം കൊണ്ടത് 1885-ലാണ്. ഓക്കെ, ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാണ്? ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം 1913-ലാണ്. ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് 1913-ലാണ്. ഓൾ ഇന്ത്യ കിസാൻ സഭ, അഖിലേന്ത്യാ കിസാൻ സഭ രൂപം കൊണ്ട എപ്പോഴാണ്? അഖിലേന്ത്യാ കിസാൻ സഭ രൂപം കൊണ്ട വർഷം ആർക്കെങ്കിലും അറിയോ? അഖിലേന്ത്യാ കിസാൻ സഭ കറക്റ്റ് ആണ്, 1936. പഠിച്ചോണേ, ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപം കൊണ്ടത് 1936-ലാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1928-ആണ്. നമ്മുടെ ചോദ്യം, ഇവയിൽ ആദ്യം രൂപം കൊണ്ട സംഘടന ഏതെന്നാണ് ചോദ്യം. ഇവയിൽ ആദ്യം രൂപം കൊണ്ട സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യം രൂപം കൊണ്ട സംഘടന. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഗദ്ദാർ പാർട്ടി നമുക്ക് ചോദിക്കുന്നതാണ്. പിള്ളേരെ, ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് 1913-ലാണ്. എവിടെയാണ് ഇത് രൂപം കൊണ്ടത്? എവിടെയാണ് പിള്ളേരെ? അമേരിക്കയില് സാൻ ഫ്രാൻസിസ്കോയിലാണ് കേട്ടോ. സാൻ ഫ്രാൻസിസ്കോയിലാണ്. പഠിച്ചോണം, ഇന്ത്യയിലല്ല രൂപം കൊണ്ടത്. ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് എവിടെയാണ്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് രൂപം കൊണ്ടത്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം, കലാപം അല്ലെങ്കിൽ ലഹള എന്നൊക്കെയാണ് അർത്ഥം. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം, കലാപം അല്ലെങ്കിൽ ലഹള എന്നൊക്കെയാണ് ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തിരിക്കുക. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്?
ലാല ഹർദയാൽ. ലാല ഹർദയാൽ. ലാല ഹർദയാലാണ് ലാല ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ. എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യ പ്രസിഡന്റ് ആരാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ആളെ തന്നെ. പിള്ളേരെ, ആദ്യ പ്രസിഡന്റിന്റെ പേര് സോഹൻ സിംഗ് ബക്ന. എന്താണ് ആദ്യ പ്രസിഡന്റിന്റെ പേര്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു പോയിന്റ്. LD സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. സോഹൻ സിംഗ് ബക്ന. സോഹൻ സിംഗ് ബക്നയാണ് ആദ്യ പ്രസിഡന്റ്. ആദ്യ പ്രസിഡന്റിന്റെ പേര് സോഹൻ സിംഗ് ബക്ന എന്നാണ് കേട്ടോ. സോഹൻ സിംഗ് ബക്ന എന്നാണ് ലെഫ്റ്റ് ആയി ആദ്യ പ്രസിഡന്റിന്റെ പേര്. ക്ലിയർ ആണ്? അടുത്ത് നിങ്ങൾ വേറൊരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പസഫിക് കോസ്റ്റ് ഹിന്ദു അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദു അസോസിയേഷൻ എന്നത് ഈ പറയുന്ന ഗദ്ദാർ പാർട്ടിയുടെ ആദ്യകാല നാമമാണ്. ഓക്കെ, അപ്പൊ പഠിച്ചതെല്ലാം ഓർത്തിരിക്കുക പിള്ളേരെ. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് കേട്ട് കഴിഞ്ഞാല് 1913 ഗദ്ദാർ പാർട്ടി രൂപം കൊള്ളുന്നത്. ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാൽ ആണ്. എന്നാൽ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ബക്നയാണ് ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്. പസഫിക് കോസ്റ്റ് ഹിന്ദു അസോസിയേഷൻ എന്നറിയപ്പെട്ടിരുന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ്ട് ഗദ്ദാർ പാർട്ടിയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സ്ഥാപകൻ ആരാണ്? സ്വാമി സഹജാനന്ദ് സരസ്വതി അല്ലേ? പഠിച്ചോണേ. അഖിലേന്ത്യാ കിസാൻ സഭ വർഷം 1936 അഖിലേന്ത്യാ കിസാൻ സഭ. സ്ഥാപകന്റെ പേര് സ്വാമി സഹജാനന്ദ് സരസ്വതി. ഓക്കെ, സ്വാമി സഹജാനന്ദ് സരസ്വതി എന്നാണ് ഇതിന്റെ സ്ഥാപകന്റെ പേര്. സ്വാമി സഹജാനന്ദ് സരസ്വതി. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നമുക്കറിയാം 1928. പ്രധാന നേതാക്കൾ ആരൊക്കെയാ? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ്. പിന്നെ ആരുണ്ട്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്. പിന്നെ സുഖ്ദേവ്, രാജ്ഗുരു ഇവരൊക്കെയാണ് എന്തിന്റെ സ്ഥാപകര്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സ്ഥാപകര്. വർഷം 1928. ഓക്കെ, ഇവിടെ എല്ലാ പോയിന്റും കിട്ടിയോ? ഇത് റിവിഷൻ ചെയ്യണം, വീണ്ടും റിവിഷൻ ചെയ്യണം കേട്ടാ. കളയരുത്. നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കളയരുത് കേട്ടാ. ഓക്കെ, അടുത്ത് 1920 ഡിസംബറിൽ സി വിജയരാഘവാചാര്യരുടെ അധ്യക്ഷതയിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകിയത്? നമ്മളിത് ഒരുപാട് തവണ നമ്മളിത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് പിള്ളേരെ. 1920 ഏത് സമ്മേളനം? 1920 ഡിസംബറിൽ സി വിജയരാഘവാചാര്യരുടെ അധ്യക്ഷതയിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് പിള്ളേരെ? ഓപ്ഷൻ ഡി, നാഗ്പൂരിൽ നടന്ന സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകിയത്. ഓക്കെ, നമുക്കറിയാം 1920 തന്നെ മറ്റൊരു കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുണ്ടല്ലേ? 1920 സെപ്റ്റംബർ മാസത്തില് നമ്മൾ കൊൽക്കത്ത സമ്മേളനത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൊൽക്കത്ത സമ്മേളനം 1920 കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനത്തില് അധ്യക്ഷൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ് അധ്യക്ഷൻ? ലാല ലജ്പത് റായ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കൊള്ളാം. ലാല ലജ്പത് റായ് ആണ് അധ്യക്ഷൻ. ലാല ലജ്പത് റായ് അധ്യക്ഷനായിട്ടുള്ള ഈ സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രമേയം ആരവതരിപ്പിക്കുന്നത്? ആ നിസ്സഹകരണ പ്രമേയം ആരവതരിപ്പിച്ചു പിള്ളേരെ? നിസ്സഹകരണ പ്രമേയം ഗാന്ധിജി അവതരിപ്പിക്കുന്നത്. നിസ്സഹകരണ പ്രമേയം ഗാന്ധിജി അവതരിപ്പിക്കുകയും അടുത്ത് നാഗ്പൂരിൽ വെച്ച് നടന്ന മെയിൻ സമ്മേളനം 1920 നാഗ്പൂരിൽ വെച്ച് നടന്ന മെയിൻ സമ്മേളനത്തില് സി വിജയരാഘവാചാര്യ അധ്യക്ഷനായിട്ടുള്ള മെയിൻ സമ്മേളനത്തില് അത് എന്ത് ചെയ്തു? ഔദ്യോഗികമായി അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ ആണേ? ഓക്കെ ആണ്, ശരി. അടുത്ത ചോദ്യം, സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്?
ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്ത ഏത്? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടാ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം മരിക്കുന്ന വർഷം ഏതാ? ഇദ്ദേഹം ഏത് വർഷമാണ് മരിച്ചത്? ദയാനന്ദ സരസ്വതിയൊക്കെ നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾക്ക് റിവിഷൻ കിട്ടിയിട്ടുള്ളതാ. ഏത് വർഷമാണ് മരിച്ചത്? 1883 മരിച്ചില്ലേ ഇദ്ദേഹം? 1883 ദയാനന്ദ സരസ്വതി മരിച്ചു. 83 അദ്ദേഹം മരിച്ചു. 83 മരിച്ച ദയാനന്ദ സരസ്വതി ഒരിക്കലും 86 എന്ത് ചെയ്യത്തില്ല? ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിക്കത്തില്ല. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. അപ്പൊ മരിക്കേണ്ടതല്ല, മറക്കണ്ട. ഇദ്ദേഹം മരിച്ച വർഷം 1883 1883 ഇദ്ദേഹം മരിച്ചത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ബാക്കിയുള്ള പോയിന്റിൽ പഠിച്ചിരിക്കുക, അറിഞ്ഞുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക. ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. ജോധ്പൂർ രാജാവിന്റെ, ഇദ്ദേഹത്തിന്റെ മരണമൊക്കെ നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണത്തിന് കീഴടങ്ങിയാണ് ദയാനന്ദ സരസ്വതി ചെയ്തത്, അല്ലേ? ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണത്തിന് കീഴടങ്ങിയാണ് ചെയ്തത്. അതായത് 1886 ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി അല്ല, അത് മഹാത്മാ ഹൻസ്രാജ് ആണ് കേട്ടോ. ആളുടെ പേരെന്ന് പഠിച്ചോണേ, മഹാത്മാ ഹൻസ്രാജ് കേട്ടോ. മഹാത്മാ ഹൻസ്രാജ് ആണ്. ഇതൊക്കെ നല്ല പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ കയറി വരും. 1886 ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് മഹാത്മാ ഹൻസ്രാജ് ആണ് സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഹിന്ദു മതത്തിന്റെ കാൽവിൻ ശരിയായ പ്രസ്താവനയാണ്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം കറക്റ്റ് ആണ്. ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണത്തിന് കീഴടങ്ങി, അതും ശരിയായ പ്രസ്താവനയാണ്. 886 ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് അത് മഹാത്മാ ഹൻസ്രാജ്. 1883 ദയാനന്ദ സരസ്വതി മരിക്കുകയുണ്ടായി. 86 സ്ഥാപിച്ചത് മഹാത്മാ ഹൻസ്രാജ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഈസി ക്വസ്റ്റ്യനാണ്. ഒന്ന് ചെയ്തേ. മഹാത്മജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്നതാണ് ചോദ്യം. പിള്ളേരെ, മഹാത്മജിയുടെ ഉപ്പ് സത്യാഗ്രഹ പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? സി രാജഗോപാൽ ആചാര്യാണ് ആൻസർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നു, അല്ലെ? വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നു. ഓക്കെ, വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നു. ഓക്കെ, വേദാരണ്യം ഗാന്ധി സി രാജഗോപാൽ ആചാര്യാണ്. എങ്കിൽ പറഞ്ഞേ, ഗുജറാത്തിലെ ദരാസനയില് നേതൃത്വം നൽകിയത് ആരാ? ഗുജറാത്തിലെ ദരാസനയില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു. ഗുജറാത്തിലെ ദരാസനയില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പ്രദേശങ്ങളിൽ ആരാണ്? ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നേ? അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നത് ഇദ്ദേഹം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നത്. അപ്പം വേദാരണ്യത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാൽ ആചാരി. അതുകൊണ്ട് അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നു. ഗുജറാത്തിലെ ദരാസനയിലാണ് സരോജിനി നായിഡു നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതും ഒരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ അധികം കണ്ടു കാണാൻ വഴിയില്ല. 1910 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ ജാതീയ പ്രാതിനിധ്യത്തിനെതിരെ
പ്രമേയം അവതരിപ്പിച്ചത് ആര്? 1910 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ ജാതീയ പ്രാതിനിധ്യത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് ആര്? അറിയാമെങ്കിൽ പിടിച്ചേ. 1910 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ ജാതീയ പ്രാതിനിധ്യത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ആര് അറിഞ്ഞോണേ സ്കിപ്പ് അടി പിള്ളേരെ. പിള്ളേരെ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് ആൻസർ. മുഹമ്മദ് അലി ജിന്ന പഠിച്ചോണേ. 1910 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ ജാതീയ പ്രാതിനിധ്യത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. 1910 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണ്. വില്യം ബേഡർബേൺ അല്ലേ? വില്യം ബേഡർബേൺ ആണ്. വില്യം ബേഡർബേൺ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? വില്യം ബേഡർബേൺ ആണ് അധ്യക്ഷൻ. വില്യം ബേഡർബേൺ. ഓക്കെ, വില്യം ബേഡർബേൺ ആണ് അധ്യക്ഷൻ. 1910 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ വില്യം ബേഡർബേൺ ആണ്. ഓക്കെ, ശരി. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്ന ആരാണ് പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത്? ഇതൊക്കെ PSC ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്ന ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയെന്നുള്ള ചോദ്യം. ആരാ പിള്ളേരെ? ക്ലെമന്റ് ആറ്റ്ലി ആണ് അല്ലേ? ക്ലെമന്റ് ആറ്റ്ലി ആണ് ആൻസർ. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ക്ലെമന്റ് ആറ്റ്ലി ആണ് അല്ലേ? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഓക്കെ, അടുത്ത് ഗൂഢാലോചന കേസുകളെ ആദ്യം നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ ശ്രമിച്ചു നോക്ക്. ഒന്ന് ആർക്കെങ്കിലും പറ്റുമോ നോക്ക്. ഗൂഢാലോചന കേസുകൾ സ്കിപ്പാണ്. പാടാണ്. കാരണം ഇതിൽ പലതും നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. കുഴപ്പമില്ല, അത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. വളരെ ഇതില് കാൺപൂർ, എനിക്കറിയാം ഇത് പലരും സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ്. കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ് 1924 ആണ്. 1924 എന്താണെന്നൊന്നും ഇപ്പൊ പറയാനില്ല കേട്ടോ, പിന്നീട് പഠിപ്പിച്ചുതരാം. 1924 മീററ്റ് ഗൂഢാലോചന കേസ്. മീററ്റ് ഗൂഢാലോചന കേസ് ഏത് വർഷം അറിയോ? മീററ്റ് കോൺസ്പെറൻസി കേസ് ഏത് വർഷം അറിയത്തില്ല. 1929. 1929 മീററ്റ് ഗൂഢാലോചന കേസ്. ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ്. ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ് നിങ്ങൾ പലരെങ്കിലും കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഗൂഢാലോചന കേസിൽ അവർ ടാർഗറ്റ് ചെയ്ത് ആരെന്നറിയാമോ? 1912 ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസിൽ അവർ ടാർഗറ്റ് ചെയ്ത് ആരെന്നറിയോ? ആ സമയത്ത് വൈസ്രോയ് ആരാ? 1912 സമയത്ത് വൈസ്രോയ് ആരാ? ഹാർഡിഞ്ചിനെ അസാസിനേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കാനുള്ള ഗൂഢാലോചന കേസാണ് 1912 ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ്. ഓക്കെ, അടുത്ത മുസാഫർപൂർ ഗൂഢാലോചന കേസ് 1908. മുസാഫർപൂർ ഗൂഢാലോചന കേസ് 1908. പിള്ളേരെ പഠിച്ചോണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വർഷങ്ങൾ നിങ്ങളിപ്പോ പഠിച്ചു വെക്കുക. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പൊ ഇതിൽ ആദ്യം നടന്നത് 4 ആണ്. അപ്പൊ 4 ആദ്യം വരും. അതിനുശേഷം രണ്ടാമത് 3 വരും. അതിനുശേഷം 3 വരും. പിന്നെ 1 വരും. പിന്നെ 2 വരും. അപ്പൊ ഓപ്ഷൻ ഏത് വരൂടാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് പിള്ളേരെ. വർഷം നിങ്ങളിപ്പോ പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ് അല്ലെങ്കിൽ കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറൻസി കേസ് 1924. മീററ്റ് കോൺസ്പിറൻസി കേസ് 1929. ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ് 1912. മുസാഫർപൂർ ഗൂഢാലോചന കേസ് 1909. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇതില് ഹാർഡിഞ്ചിനെ വധിക്കാനായിട്ടുള്ള ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത് ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസാണ്. 1912 ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസാണ്. ഓക്കെ അല്ലേ? ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പലർക്കും ലെഫ്റ്റായി പോകാൻ തോന്നും. കാരണം അതൊന്നും പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അത് നിങ്ങൾക്ക് തെറ്റാണ് പിള്ളേരെ. നിങ്ങൾ അത് മനസ്സിലാക്കുക. പുതിയ കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഉപയോഗം തരുന്നത്. പഴയ കാര്യങ്ങളിലൊക്കെ മാർക്ക് കൂടെ പോകത്തേ ഉള്ളൂ, ബാക്കിയുള്ളവർ കൂടെ പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് ഓടണമെങ്കിൽ, ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഇവയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏതാണ്? ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണിത്. +2 ലെവൽ പരീക്ഷകൾക്ക് തൊട്ട് നിങ്ങൾ ഈ ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. 10th ലെവലിലും വരും. മനസ്സിലായ? 10th ലെവലിൽ വരൂലെന്നല്ല ഞാൻ പറയുന്നത്. +2 ലെവലിൽ തൊട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. 10th ലെവലിലൊക്കെ നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊക്കെ വരാം. പക്ഷെ ഈസിയാണ്, നിങ്ങൾ വായിച്ചൊക്കെ കിട്ടും. സാമ്പത്തിക അടിയന്തരാവസ്ഥ നമുക്കറിയാം. ആർട്ടിക്കിൾ എത്രടാ സാമ്പത്തിക അടിയന്തരാവസ്ഥ? സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 ആണ്. ആർട്ടിക്കിൾ 360 ആണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും എല്ലാം ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പിൻവലിക്കുന്ന എല്ലാം രാഷ്ട്രപതി തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഇതുവരെ എത്ര എണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ? നമ്മുടെ രാജ്യത്ത് ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണ്. ശരി, നമുക്ക് നോക്കാം. ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും കുറവുണ്ടാകും. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളും കുറവുണ്ടാവും. ശരിയായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും. അതും ശരിയാണ്. സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതി അനുമതിക്കായി മാറ്റിവെക്കപ്പെടും. ന്യായാധിപന്മാരുടെ ശമ്പളത്തിലും കുറവ് വരും. ജഡ്ജസിന്റെ ശമ്പളത്തിലും കുറവ് വരും. സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിയുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. വായിക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടേടാ അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണെന്ന്. നിങ്ങൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് കണ്ടിട്ടില്ലേടാ? ഇതേ സെയിം ക്വസ്റ്റ്യൻ, സെയിം ഓപ്ഷൻ. അതെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് വരുവടാ. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടാ. നമുക്കിപ്പോ ഒരാള് ചോദ്യം ചെയ്യാനുള്ള സോഴ്സുകൾ നമ്മൾ പരമാവധി ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ചോദ്യം ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളിലുള്ള കാര്യങ്ങളോട് നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായ? അപ്പൊ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഫെമിലിയർ ആയിട്ട് മാറും. ക്ലിയർ ആണേ? മനസ്സിലായ? ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും വേറെ ആരും ചെയ്യിപ്പിക്കത്തില്ല. എനിക്കിതൊരു രസം കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം എനിക്കറിയാം ഇത് നമ്മളെ ചത്ത് കിടന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും ഈസിയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമ്പം. നിങ്ങൾക്കും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങൾക്കും കുറച്ചുകൂടെയൊക്കെ കാര്യം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഫെമിലിയർ ആവും. സോ അത് യൂസ് ചെയ്യുക. റിവിഷൻ നന്നായിട്ട് ചെയ്യുക. റിവിഷൻ, ഈ കിട്ടുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്, ചെയ്യുക. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്? അതും പ്രീവിയസ് ആണ്. ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 243A. അടുത്ത ചോദ്യം, ഇവയിൽ ഏതാണ് മിനി ഭരണഘടനയുടെ ഭാഗമല്ലാത്തതാണ് ചോദ്യം. മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 42ാം ഭേദഗതി അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 1976 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതുമായി ബന്ധമല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശകത്വങ്ങൾക്ക് മുൻഗണന നൽകി. ശരിയായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. അത് നോക്കുക. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈ കാര്യം. അതായത് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ 3 കാര്യങ്ങൾ പലർക്കും ഡൗട്ടാണ്. പക്ഷെ ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഹൈക്കോടതി ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ് ഭാഗമല്ലാത്തത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് പിള്ളേരെ, നോക്കിക്കോണേ. മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകി. ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാൾ നമ്മുടെ DPSPക്ക് മുൻഗണന നൽകി. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഈ 3 കാര്യങ്ങളും 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഓക്കെ, അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്? കണ്ടുപിടിച്ചേ.
ലിസ്റ്റുകൾ ഈസിയാണ്. ഒന്നാമത് നോക്കാം. കേന്ദ്ര ലിസ്റ്റ് ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞില്ലടാ പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റാന്നാ പറഞ്ഞേ? പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റാ പിള്ളേരെ? സ്റ്റേറ്റ് ലിസ്റ്റ് ആണല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് തെറ്റാണ്. ഒന്നാമത് തെറ്റാണ്. അപ്പൊ നമുക്കിതാ എ വെട്ടിക്കളയാം, കാരണം എ 1ഉം 2ഉം ശരിയെന്നുണ്ട്. സി വെട്ടിക്കളയാം, 1ഉം 3ഉം ശരിയെന്നുണ്ട്. ഡി വെട്ടിക്കളയാം, എല്ലാം ശരിയെന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അതായത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ ഒറ്റ കാര്യം വെച്ച് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തി. ഒന്നാമത്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം പൊതുജനാരോഗ്യം കേന്ദ്ര ലിസ്റ്റിലല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നു. നിങ്ങൾക്ക് വേറെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് വെച്ചിട്ട് തന്നെ ഒന്നാമത്തെ തെറ്റായതുകൊണ്ട് നമുക്ക് 3 ഓപ്ഷൻ വെട്ടിക്കളയാൻ പറ്റി. ഇങ്ങനെയാണ് വെട്ടുന്നത് കേട്ടാ. ആ വെട്ടി എങ്ങനെ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? ഓക്കെ, ശരി. ഇനി പിള്ളേരെ നോക്കാം. ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റ് ആണോ? ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റിലാണോ? ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റ് ആണ്, ശരിയാണ്. പോലീസ് കേന്ദ്ര ലിസ്റ്റ് ആണോ? പോലീസ് അല്ല. പോലീസ് ഏത് ലിസ്റ്റിലാണ്? പോലീസ് സ്റ്റേറ്റ് ആണ് അല്ലേ? പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, അടുത്ത് ജയില്, മദ്യം, ക്രമസമാധാനം സംസ്ഥാന ലിസ്റ്റ് ശരിയാണ്. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ കൺകറന്റ് ലിസ്റ്റ്, അതും ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒന്നാമത്തെ മാത്രം തെറ്റാണ്, 2ഉം 3ഉം ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 157 പ്രകാരം എത്ര വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനാണ് ഗവർണർ പദവി അലങ്കരിക്കുന്നത്? ചോദ്യത്തിൽ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും വേറെ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം പിള്ളേർ ഓപ്ഷൻ സി. എത്രയടാ? ഓപ്ഷൻ സി 35 വയസ്സാണ്. 35 വയസ്സാണ് കേട്ടോ. 35 വയസ്സായ ആൾക്ക് ഗവർണർ ആകാം, രാഷ്ട്രപതിയാകാം, ഉപരാഷ്ട്രപതിയാകാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാതിരുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാതിരുന്ന സാഹചര്യം ഏതെന്നാണ് ചോദ്യം. ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ അവിടെ ചോദിക്കുകയാണേ, എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞുതരാം. സംയുക്ത സമ്മേളനം ഏത് ആർട്ടിക്കിളാണ്? സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 ആണ്. 108 ആണ് ആർട്ടിക്കിൾ. 108. ഓക്കെ, സംയുക്ത സമ്മേളനം എന്ന ആശയം, ജോയിൻസിരിക്കുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന പ്രസിഡന്റ്. സംയുക്ത സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? അഭിസംബോധന ചെയ്യുന്നതാര്? അധ്യക്ഷൻ ആരെന്നല്ല, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് പ്രസിഡന്റ്. സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? അധ്യക്ഷൻ സ്പീക്കർ. ക്ലിയർ ആണ്. അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക. ആർട്ടിക്കിൾ 108 ആണ് സംയുക്ത സമ്മേളനം. ഓസ്ട്രേലിയയിൽ നമ്മൾ കടമെടുത്തു. വിളിക്കുന്നത് പ്രസിഡന്റ്, അഭിസംബോധന ചെയ്യുന്നതും പ്രസിഡന്റ്, അധ്യക്ഷൻ സ്പീക്കർ, ലോകസഭ സ്പീക്കർ. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന പാർലമെന്റ് അംഗമല്ലാത്ത വ്യക്തി, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ടോപ്പിക്കാണ്. അറ്റോർണി ജനറൽ. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന പാർലമെന്റ് അംഗമല്ലാത്ത വ്യക്തി അറ്റോർണി ജനറൽ ആണ് ആ വ്യക്തി. അറ്റോർണി ജനറൽ. ഓക്കെ, ക്ലിയർ ആണ്. അറ്റോർണി ജനറൽ. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണയാണ് സംയുക്ത സമ്മേളനങ്ങൾ കൂടിയിട്ടുള്ളത്? വളരെ ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് സംയുക്ത സമ്മേളനങ്ങൾ ചേർന്നിട്ടുള്ളത്. 3 തവണ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനങ്ങൾ ഇതുവരെ 3 തവണ. ഒന്നാമത്തത് സ്ത്രീധന നിരോധന ബിൽ, ഡൗറി പ്രൊവിഷൻ ബിൽ 1961 ഡൗറി പ്രൊവിഷൻ ബില്ല് അല്ലെങ്കിൽ സ്ത്രീധന നിരോധന നിയമ ബില്ല്. അത് ആരാണ് വിളിച്ചു കൂട്ടിയത്? രാജേന്ദ്ര പ്രസാദ്. വളരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ഡേറ്റ് വേണമെങ്കിൽ പഠിച്ചോ പിള്ളേരെ. 61 മെയ് 18. 61 മെയ് 18 ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് നടന്നത്.
ഇതിൽ ആദ്യമായി പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് നടന്നത് 1961 മെയ് 18-നാണ്. ക്ലിയർ ആണ്. അടുത്ത ബാങ്കിങ് സേവന കമ്മീഷൻ ബില്ല് ഏത് വർഷം? ബാങ്കിങ് സേവന കമ്മീഷൻ ബില്ല് ഏത് വർഷം അറിയോ? 1978 മാർച്ച് മാസം 22-ാം തീയതി പാർലമെന്റിന്റെ രണ്ടാമത്തെ ജോയിന്റ് സിറ്റിംഗ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു 61 സ്ത്രീധന നിരോധന ബിൽ. രണ്ടാമത്തെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സേവന കമ്മീഷൻ ബിൽ. 78 മാർച്ച് മാസം 22-നായിരുന്നു രണ്ടാമത്തെ ജോയിന്റ് സിറ്റിംഗ്. രണ്ടാമത്തെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ആരാ? 78 രാഷ്ട്രപതി ആരാ? 77 മുതൽ ഫക്രുദ്ദീനൊക്കെ നിങ്ങൾ എന്ത് മണ്ടത്തോടെ പറയുന്നത്? 77 വരെയല്ലേ ഫക്രുദ്ദീൻ? ആലോചിച്ചൊക്കെ പറ. നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, രണ്ടാമത്തെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തത്. മൂന്നാമത്തത് ഭീകരവാദ നിരോധന നിയമം, അല്ലെങ്കിൽ നമ്മൾ പോട്ട എന്ന് പറയും, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്ന് പറയും. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. പിള്ളേരെ, ഇതിന്റെ ജോയിന്റ് സിറ്റിംഗ് 2002 മാർച്ച് മാസം 26. 2002 മാർച്ച് മാസം 26 രാഷ്ട്രപതി ആരാ? 2002 2 രാഷ്ട്രപതിമാർ വരുന്നുണ്ട്. APJ വരുന്നുണ്ട്, KR നാരായണൻ വരുന്നുണ്ട്. നമുക്കറിയാം രാഷ്ട്രപതി മാറുന്നത് ജൂലൈ 25-നാണ്, അല്ലെ? ജൂലൈ 25-നാണ്. അപ്പൊ ജൂലൈ 25-ന് മുമ്പായതുകൊണ്ട് KR നാരായണൻ. മൂന്നാമത്തെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തത് KR നാരായണനാണ്. KR നാരായണൻ. ഓക്കെ, ക്ലിയർ ആണ്. അത് ഏത് ആക്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ പോട്ട ആക്ട്, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, പോട്ട ആക്ട്. അപ്പൊ ഈ 3 തവണയാണ് ഇതുവരെ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് നടന്നിട്ടുള്ളത്. പിള്ളേരെ ഓർത്തിരിക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108, കടമെടുത്തത് ഓസ്ട്രേലിയ, വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ്, അഭിസംബോധന ചെയ്യുന്ന പ്രസിഡന്റ്, അധ്യക്ഷൻ സ്പീക്കർ, പങ്കെടുക്കാൻ കഴിയുന്ന പാർലമെന്റ് അംഗമല്ലാത്ത വ്യക്തി അറ്റോർണി ജനറൽ. ഇത്രയും പറഞ്ഞു. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ജോയിന്റ് സിറ്റിംഗ്. 3 തവണയാണ്. ആദ്യത്തേത് 1961 മെയ് 18-ന് സ്ത്രീധന നിരോധന ബില്ലിന് വേണ്ടിയിട്ടായിരുന്നു, ഡൗറി പ്രൊവിഷൻ ബില്ലിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത്തത് 1978 മാർച്ച് 22-ന് ബാങ്കിങ് സേവന കമ്മീഷൻ ബില്ലിന് വേണ്ടിയിട്ടായിരുന്നു. മൂന്നാമത്തത് ഭീകരവാദ നിരോധന നിയമ ബില്ല്, അല്ലെങ്കിൽ പോട്ട ആക്ട്, 2002 മാർച്ച് 26-ന്. രണ്ടാമത്തെ വിളിച്ചു ചേർത്തത് നീലം സഞ്ജീവ റെഡ്ഡിയും മൂന്നാമത്തെ വിളിച്ചു ചേർത്തത് KR നാരായണനുമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ആൻസർ സംയുക്ത സമ്മേളനം വരാത്തത് പോസ്റ്റ് ഓഫീസ് സേവന ബില്ലാണ് കേട്ടോ. നല്ലൊരു ഭാഗമാണ് പഠിച്ചത്. ഓർത്തിരിക്കുമല്ലോ നിങ്ങള്? റിവിഷൻ ചെയ്യുമല്ലോ നിങ്ങള്? പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇനിയെല്ലാം പെട്ടെന്ന് ഇപ്പൊ തീരും. ഏതിലാ പിള്ളേരെ? ഏതിലാ? ഭാഗം മൗലിക കർത്തവ്യങ്ങൾ, ഭാഗം 4A അല്ലേ? മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A. അടുത്ത്, ഇവയിൽ രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? രാജ്യാന്തര സമാധാനവും സുരക്ഷയും അഭിവൃദ്ധിപ്പെടുത്തൽ DPSP ആണ്. തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം മുതലായവ DPSP ആണ്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനത്തിനോ മതപരമായ ആരാധനയ്ക്കോ ഹാജരാകുന്നതിന് സംബന്ധിച്ച സ്വാതന്ത്ര്യം, അതെന്താണ്ടാ? അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണ്. അപ്പം DPSP-യിൽ വരാത്തത് എന്നാണ് ചോദ്യം. ആൻസർ C ആണ്. നീതിന്യായ മണ്ഡലത്തെ നിർവാഹക മണ്ഡലത്തിൽ നിന്ന് വേർതിരിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50-ലാണ് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ് എന്ന് വേർതിരിക്കുക എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 50-ല്. ഓക്കെ, അപ്പൊ ആൻസർ C ആണ്. ഓക്കെ, മനസ്സിലായല്ലോ ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്തത്. ഓക്കെ, അതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുമ്പോൾ ഡൗട്ട് ഉള്ളത് ഒന്നുകൂടെ ക്ലിയർ ആയിക്കോണം കേട്ടോ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന തീയതി. കുറെ തവണ ഡിസ്കസ് ചെയ്ത് തന്നെ നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതി 49 നവംബർ 26 ആണ്. 49 നവംബർ 26. ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട് വന്നോ?
ഓക്കെ, ട്രിവാൻഡ്രം എത്രയാ കട്ട് ഓഫ് നോക്കിയോ? LDC ട്രിവാൻഡ്രം എത്രയാ കട്ട് ഓഫ് വന്നേ? 72.66 അല്ലേ? 72.66. പാലക്കാട് എത്രയാ കട്ട് ഓഫ് വന്നേ? പാലക്കാട് 64. ഓക്കെ, ശരി. അപ്പൊ നേരത്തെ നമ്മൾ അറിഞ്ഞ കട്ട് ഓഫ് കറക്റ്റ് തന്നെ. അടുത്ത നോക്കിയോ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഭാരതത്തിലെ ഏതൊരു പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഏതെങ്കിലും സ്ഥാനപ്പേര് സ്വീകരിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്നത്? ഏത് ആർട്ടിക്കിളാണ്ടാ? ആർട്ടിക്കിൾ 18, തലക്കെട്ടുകൾ നിർത്തലാക്കുക എന്നുള്ളത്. ആർട്ടിക്കിൾ 18 കേട്ടോ, ആർട്ടിക്കിൾ 18. ഓക്കെ, ക്ലിയർ ആണല്ലോ, ശരി. അത് തന്നെയാണ് തലക്കെട്ടുകൾ നിർത്തലാക്കുക. നമ്മൾ വിദേശ രാജ്യത്തിന്റെ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കാൻ പാടില്ല, ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് 2012 സെൻസസ് പ്രകാരം കേരളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ്? 2012 സെൻസസ് പ്രകാരം കേരളവുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായത് ഏതാണ് ചോദ്യം. ചെയ്തേ. വളരെ ജനസാന്ദ്രത കൂടിയ ജില്ല എറണാകുളം. ജനസാന്ദ്രത കൂടിയ ജില്ല എറണാകുളം ശരിയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല എറണാകുളം തെറ്റാണ്. കാരണം ഇവിടെ നമുക്ക് വരേണ്ടത് ഏതാണ്ടാ? ട്രിവാൻഡ്രമാണ് വരേണ്ടത് കേട്ടോ, തിരുവനന്തപുരമാണ് വരേണ്ടത്. തിരുവനന്തപുരമാണ് വരേണ്ടത്, മനസ്സിലായ? ഓക്കെ, ഇപ്പൊ ലിസ്റ്റ് വന്നു, അതിന്റെ പേരിൽ ഡിസ്പാവാണ് നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ ഒരു 71, 70 അല്ലെങ്കിൽ 69, 68 മാർക്ക് ചിലപ്പോൾ ഉണ്ടാകാം കേട്ടാ. നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങളത് മനസ്സിലാക്കുക കേട്ടാ. അത് കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ കട്ട് ഓഫ് പോയി കേട്ടോ. നിങ്ങളിപ്പോ എന്തായാലും നിങ്ങൾ അതിനെ ആലോചിച്ചിട്ട് കാര്യമില്ല. അടുത്ത എക്സാം ഏതാണോ അതിന് നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്ത എക്സാമിൽ നല്ല റാങ്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക, മനസ്സിലായ? ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം, നമ്മൾ തോറ്റു എന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴാണ് അത് തോൽവിയാവുന്നത്. നമ്മൾ തോറ്റു നമ്മൾ സമ്മതിക്കുമ്പോഴാണ് തോൽവിയാവുന്നത്. ഓക്കെ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ തോറ്റു പോകേണ്ടി വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതൊരു ലക്ഷ്യമാക്കി നിങ്ങൾ ലക്ഷ്യമാക്കി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് പോകരുത് കേട്ടോ. ഇത് കെയർ ചെയ്യരുത്. ഇപ്പം ലിസ്റ്റ് വന്നു, ഓക്കെ, ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവാം, വരാത്ത ആൾക്കാർ, ചെറിയ മാർക്കിനൊക്കെ ലിസ്റ്റിൽ നിന്ന് പോയ ആൾക്കാരുണ്ടാവാം. നിങ്ങൾ വന്നിട്ടും വലിയ ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. ലിസ്റ്റിന് തുമ്പിൽ വന്ന് കിടന്നിട്ട് ലിസ്റ്റിലുണ്ടെന്ന് പറയാമെന്നല്ലാതെ വേറെ ഉപയോഗമില്ല. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്ക് വാങ്ങാം. അപ്പൊ ആ ഒരു മനസ്സോടെ പഠിക്കുക, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. എടാ, ജനസാന്ദ്രത കൂടിയ ജില്ല ട്രിവാൻഡ്രമാണ്, അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ശരിയാണ്. ജനസംഖ്യ വർധന കുറഞ്ഞ ജില്ല പത്തനംതിട്ട, അതും ശരിയാണ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്, അതും. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല തെറ്റായത്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണോ? പാലക്കാടല്ലേ? പാലക്കാട് 2012 സെൻസസ് പ്രകാരം പാലക്കാടല്ലേ ഡായി? അപ്പൊ അതും തെറ്റാണല്ലോ. എടാ, 2012 സെൻസസ് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, നോക്കാം. ശരി, എന്തെങ്കിലും ചെയ്യുന്നതിന് പറയാം. അടുത്ത, ഇവയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്തത് ഏതാ? തമിഴ്നാട് അതിർത്തി പങ്കിടാത്തത് കണ്ണൂരാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത ജില്ല കണ്ണൂരാണ് കേട്ടോ, കണ്ണൂർ. ബാക്കിയെല്ലാം തമിഴ്നാടുമായി അതിർത്തി. പത്തനംതിട്ടയ്ക്കും കൊല്ലത്തിനും പാലക്കാടിനും ഒക്കെ തമിഴ്നാടുമായി അതിർത്തി ഉണ്ട്. കണ്ണൂരിന് തമിഴ്നാടുമായി അതിർത്തി ഇല്ല. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, കേരള സർവകലാശാല ആദ്യമായി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് ആരെയാണ്? കേരള സർവകലാശാല ആദ്യമായിട്ട് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് ആരെയാണ്? CP രാമസ്വാമി അയ്യരെയാണ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടമായ പെരുമൺ ദുരന്തം ഉണ്ടായത് ഏത് വർഷമാണ്? പെരുമൺ ദുരന്തം 1988. ഡേറ്റ് അറിയോടാ? പെരുമൺ ദുരന്തം 1988 ജൂലൈ
ജൂലൈ 8 അല്ലേ? ജൂലൈ 8, 1988 ജൂലൈ 8. ഏത് കായലിലേക്കാ? ഏത് കായലിലാണ് ഉണ്ടായത്? അഷ്ടമുടിക്കായൽ അല്ലേ? അഷ്ടമുടിക്കായലിലാണ് പെരുമൺ ദുരന്തം ഉണ്ടായത്. അഷ്ടമുടിക്കായൽ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കോട്ടയം ജില്ലയിൽ അല്ലാത്തത് ഏതാണ്? ഇല്ലിക്കൽ കല്ല്, നൂറനാട് പക്ഷിഗ്രാമം, അരുവിക്കുഴി വെള്ളച്ചാട്ടം, ഇലവീഴ പൂഞ്ചിറ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നൂറനാട് പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് അല്ലേ? ആലപ്പുഴയിലാണ് നൂറനാട് പക്ഷിഗ്രാമം ഉള്ളത്. ഓക്കെ. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ബയോസ്ഫിയർ റിസർവുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്ത എന്നാണ് ചോദ്യം. വായിച്ച് ചെയ്യപ്പിള്ളേരെ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാ? ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. നീലഗിരി 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ശരി. ചെന്തുരുണി വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി 1986. സൈലന്റ് വാലി ദേശീയോദ്യാനം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അതും ശരിയാണ്. ഓക്കെ. തെറ്റായ ജോഡി പെട്ടെന്നൊന്ന് ചെയ്തടാ. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. തെറ്റായ ജോഡി. നമ്മൾ കയർ ബോർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലല്ലേ? കയർ ബോർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഏതാ? കയർ ബോർഡ് അല്ല, നമ്മൾ കയറുമായിട്ട് ബന്ധപ്പെട്ട ആലപ്പുഴ പറഞ്ഞത്. കയർ ഫെഡ്. ഓക്കെ, കയർ ബോർഡ് അല്ല പറഞ്ഞത്, സോറി. ഓക്കെ, കയർ ബോർഡ് കൊച്ചി. സ്പൈസസ് ബോർഡ് എവിടെയാ? സ്പൈസസ് ബോർഡ് എവിടെയാ? സ്പൈസസ് ബോർഡ് പുറ്റടിയിലാണോ? സ്പൈസസ് ബോർഡ് സ്പൈസസ് പാർക്ക് അല്ലേ പുറ്റടി? സ്പൈസസ് ബോർഡും കൊച്ചിയിലാണ് കേട്ടോ. സ്പൈസസ് ബോർഡ് കൊച്ചിയിലാണ്. ഓക്കെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. ഓക്കെ. സ്പൈസസ് ബോർഡ് കൊച്ചി. സ്പൈസസ് പാർക്ക് പുറ്റടി കേട്ടോ. സ്പൈസസ് പാർക്ക് പുറ്റടിയാണ്. പിന്നെ നമ്മളിപ്പോ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്പൈസസ് പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് PSC ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ്? ഇടുക്കി തൊടുപുഴയില് തുടങ്ങനാട് കേട്ടാ. സ്പൈസസ് പാർക്ക് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്പൈസസ് പാർക്ക് തുടങ്ങനാടാണ് കേട്ടോ. ഗവൺമെന്റ് കീഴിലുള്ള സ്പൈസസ് പാർക്ക് എവിടെയാണ്? തൊടുപുഴ തുടങ്ങനാടിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. കയർ ബോർഡ് കൊച്ചി, കയർ ഫെഡ് ആലപ്പുഴ. ട്രാവൻകൂർ സിമന്റ്സ് നാട്ടകം. ശരിയാണ്. കേരള സിറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, സ്പൈസസ് ബോർഡ് കൊച്ചി, അതുപോലെ സ്പൈസസ് പാർക്ക് പുറ്റടി ഇടുക്കിയിലുമുണ്ട്, അതുപോലെ തുടങ്ങനാട് തൊടുപുഴയുമുണ്ട്. അടുത്ത്, കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ലോഗോയിലാണ് ഗിർന ശ്രേയ എന്ന ആപ്തവാക്യം കാണാൻ കഴിയുന്നത്? ഗിർന ശ്രേയ എന്ന ആപ്തവാക്യം അറിയോടാ? ഗിർന ശ്രേയ അറിഞ്ഞുണ്ടെങ്കിൽ വിട്ടേക്ക്. സ്കിപ്പ്. ഗിർന ശ്രേയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതിലാണ് നമ്മൾ സംസ്കൃതം കൊണ്ടുവച്ചിരിക്കുന്നത്. മലയാളം വല്ലതും വയ്ക്കാനുള്ളത്. ഓക്കെ, അമ്മ മലയാളം എന്ന് വല്ലതും കൊടുക്കാമല്ലോ അല്ലേ? ഗിർന ശ്രേയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ് കേട്ടാ. ശരി,
കേരളവുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങളിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ആദ്യ അബ്കാരി കോടതി കൊട്ടാരക്കര, ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല, ആദ്യ ജിംനാസ്റ്റിക്സ് പരിശീലന കേന്ദ്രം തലശ്ശേരി, സ്പീഡ് പോസ്റ്റ് സെന്റർ തിരുവനന്തപുരം. നല്ല ഒരു ചോദ്യമാണ് പിള്ളേരെ. ഓക്കെ. ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ തിരുവനന്തപുരം അല്ല, അത് എറണാകുളമാണ്. കേരളത്തിൽ ആദ്യ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളത്താണ്. അബ്കാരി കോടതി കൊട്ടാരക്കര, സിവിൽ എക്സൈസ് ഓഫീസർ സ്ഥിരം ചോദ്യമാണ്. ബട്ടർഫ്ലൈ പാർക്ക് തെന്മല, അതും ശരിയാണ്. ജിംനാസ്റ്റിക്സ് പരിശീലന കേന്ദ്രം തലശ്ശേരി, അതും ശരിയാണ്. സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളത്താണ്. അടുത്ത്, കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിനകത്താണ് തൂവാനം വെള്ളച്ചാട്ടം? തൂവാനം ഈസിയാണ്. തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ് തൂവാനം വെള്ളച്ചാട്ടം. ഓക്കെ. പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം. അപ്പൊ പാമ്പാർ ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് അല്ലേ? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് പാമ്പാർ ഒഴുകുന്നത്. അപ്പൊ തൂവാനം വെള്ളച്ചാട്ടം ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കേട്ടോ. തോൽപ്പെട്ടി ഡൗട്ട് വരണ്ട, വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ്. വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തോൽപ്പെട്ടി എന്ന് പറയുന്നത്. 1973 സ്ഥാപിതമായിട്ടുണ്ട്. വേറൊരു ചോദ്യമുണ്ട്. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ സമീപത്താണ്. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ അല്ലെങ്കിൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന്റെ സമീപത്താണ്. ഓക്കെ. പീച്ചിവാഴാനി എവിടെയാടാ? പീച്ചിവാഴാനി ഏത് ജില്ലയിലാ? പീച്ചിവാഴാനി തൃശ്ശൂരാണ്. വർഷം ഓർമ്മയുണ്ടാ? പീച്ചിവാഴാനി തൃശ്ശൂര്. പീച്ചിവാഴാനി ഇടാ പറ, അങ്ങനെ പറ. 1958. ചിന്നാറ് വർഷം പറ. ചിന്നാറ് വർഷം വളരെ 1984. ചിമ്മിനി വന്യജീവി സങ്കേതം വർഷം പറ. 1984. ഓക്കെ, ക്ലിയർ ആണേ? ശരി. അപ്പൊ പിള്ളേരെ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ. ഞാൻ പറയണത് വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആരും മനസ്സ് വിഷമിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഓക്കെ. ഈ വർഷം വരുന്ന എക്സാമുകൾ ഫോക്കസ് ചെയ്യും. ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, ഓക്കെ, +2 ലെവൽ എക്സാംസ്, 10th ലെവൽ എക്സാംസ്. ആത്മാർത്ഥമായിട്ട് ഒരു ശകലം പോലും നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഉഴപ്പരുത്, നിങ്ങൾ മടി പിടിക്കരുത്. ആത്മാർത്ഥമായിട്ട് മതിയാക്കണമെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകണം. ഇനി ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ പോകണം. അല്ലാതെ നിങ്ങൾ ഇതിലൂടെ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഉഴപ്പരുത്. റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറയണത്. നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾ കുറേച്ചേക്ക് റെസ്റ്റ് എടുത്തോ, മനസ്സിലായ? പക്ഷേ പഠിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ആത്മാർത്ഥത. ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു 40 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചു. ഈ ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പൊ അതിന് ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എന്ന് കേട്ട് കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പോയിന്റ് കിട്ടുന്നത്. പഠിച്ചു വെക്കുക, മനസ്സിലായ? പഠിച്ചു വെച്ചിട്ട് കൃത്യമായ രീതിയിൽ അത് പ്രയോഗിച്ച് നിങ്ങളത് പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് പാടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും, ഇപ്പൊ ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മലയാളമായാലും. ഓക്കെ. ഇപ്പൊ തന്നെ ഡിഗ്രി ലെവലുകാർക്ക് UPSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് കിട്ടും. അതോടൊപ്പം നിങ്ങളും കൂടെ കുറച്ച് എഫർട്ട് ഇട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വേറൊന്നും ആലോചിക്കേണ്ട. 2025 ഓഗസ്റ്റിലാണ് LD ലിസ്റ്റ് വരാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണം. മനസ്സിലായ? ഞാൻ പറയാം, മനസ്സിലായ? ഈ ഇരിക്കുന്നതിൽ ആരൊക്കെ LD ലിസ്റ്റിൽ ഉണ്ടെന്നോ ആരൊക്കെ ഇല്ലെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ലിസ്റ്റിലുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. മനസ്സിലായ? നിങ്ങൾ 2025 ഓഗസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ആ സമയമാകുമ്പോൾ ഒരു എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയിലും ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണം. അതിനുവേണ്ടി നന്നായിട്ട് പരിശീലിക്കുക. മനസ്സിലായ? മനസ്സിലായ ഞാൻ പറയുന്നത്? അത് മനസ്സിൽ വെക്കുക കേട്ടാ.